നമസ്കാരം. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന ഈ ദൃശ്യവിരുന്നിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് സെയ്ദ് അലി അക്ബർ തങ്ങൾ എന്ന് പറയുന്ന, നമ്മൾ സാധാരണ നാട്ടിലൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നത് കുഞ്ഞാറ്റത്തങ്ങൾ എന്നാണ്. കുഞ്ഞാറ്റത്തങ്ങൾ എന്ന് പറഞ്ഞാലാണ് പരിസര പ്രദേശങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ അറിയുക. അപ്പോൾ അതൊരു വ്യക്തിയല്ല, ഒരു മുത്താണ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വളരെയധികം കവിതകളും അതുപോലെ തന്നെ ചില പ്രത്യേക തരത്തിലുള്ള ഗാനങ്ങളുമൊക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 1-2 വർക്കുകൾ CD ആയി പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം രചിച്ച പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അതിൽ 1-2 ഇതിലൊക്കെ നമുക്കൊക്കെ വളരെ പ്രിയങ്കരനായിരുന്ന ശിഹാബ് തങ്ങളാണ് അതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ വളരെ അഭിമാനപൂർവ്വം, വളരെ സന്തോഷത്തോടു കൂടി, വളരെ ആദരവോടു കൂടി ഈ നാട്ടിൻപുറത്തിലേക്ക് വേണ്ടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ആരംഭിക്കാം. അപ്പോൾ താങ്കളിങ്ങനെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കവിതകളുണ്ട്, അതിനോടൊപ്പം തന്നെ ചില മുസ്ലിം ഗാനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഗാനത്തിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങണമെന്ന്, അങ്ങനെയാവും നല്ലത്. ഞാൻ ജീവിതത്തിൽ ഈശ്വരനെ കഴിച്ചാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്ന പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, ഒരു കെസ് ഗാനം, പഴയകാല രീതികളിൽ. മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ ഇന്നൊക്കെ വികലമാക്കപ്പെടുന്നൊരവസ്ഥയാണ്. പക്ഷെ അത്തരം ഒരു രീതിയിലുള്ള രചന പേരെടുക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ പഴയ മോഡലിൽ തന്നെ, അതാണല്ലോ മാപ്പിളപ്പാട്ട്, പണ്ടത്തെ രീതിയിൽ. അതെ. അപ്പം അതൊരു കെസ് ചെറുതായിട്ട് പാടാം. തങ്കനിലാവിന്റെ ലെങ്കും പാലൊള്ളി വീശുന്ന പുണ്യമദീനത്ത് തിങ്കളിൻ ദിനത്ത് നാണത്താൽ മങ്ങും ചിങ്കർഷെത്തിടും ചേലൊത്ത് റസൂലിന്റെ റൗളയിലെത്താനുണ്ടെന്നിൽ വല്ലാത്ത ഹാജത്ത് തങ്കക്കൂടത്തിന്റെ പാദം ചുംബിക്കാനുള്ളറ തന്നിൽ ഞാൻ മോഹിത്ത് ലോകത്തിൻ ആധാര ഭംഗി പകർന്നോരെ ലോകൈക റഹ്മത്തയങ്ങും നിറഞ്ഞോരെ ഏകനീലാഹിന്റെ മുത്ത് ഹബീബോരെ അഗമിയ സിന്തായി ഊദിത്ത പോരുളോരെ അരുണൻ വാങ്ങിയോരെ ആഗതിയിൽ കരുണ ചോരിക്കുവീരെ തിരുമുറ്റത്തെത്തി ചുടു കണ്ണീരാൽ മണിമാല്യം കോർത്ത് തവ ചരണത്തിൽ ചാർത്തിയിടട്ടെ മഹബൂബിൻ സവിധത്തിൽ സദയമൻ കഥനത്തിൻ കഥയോതി വ്യഥയെല്ലാം തീർത്തിടട്ടെ അമ്പരമേഴും കടന്ന് റബ്ബിന്റെ മുമ്പിൽ അണഞ്ഞഹിക്ക് അമ്പിയ രാജരുറങ്ങും സ്ഥാനത്തൊന്നെത്താൻ കനിയണേ താപത്ത് അമ്പിനാൽ നിറിപ്പുകയും കൽബിന്റെ അവസ്ഥ ഇതെന്തൊരു ഹാലത്ത് അമ്പിളിക്കൊത്തുള്ള പൂമുഖമൊന്ന് കാണുന്ന നാളേത് കാലത്ത് ഐനുൽ വൂജൂദായി ഊദിത്ത സിറാജരെ ഐബറ്റ ദീനിന്റെ ചെങ്കോലാണിന്തോരെ വേദം ഫുർഖാനുടയ നീതിയോരെ വേദിയർക്കൊക്കെയും സിറായ രാജരെ അമ്പൻ തിരുതുതരെ റഹമത്തിൻ ഇമ്പമായി വന്നവരെ തിരുമുറ്റത്തെത്തി ചുടു കണ്ണീരാൽ മണിമാല്യം കോർത്ത് തവ ചരണത്തിൽ ചാർത്തിയിടട്ടെ മഹബൂബിൻ സവിധത്തിൽ സദയമൻ കഥനത്തിൻ കഥയോതി വ്യഥയെല്ലാം തീർത്തിയിടട്ടെ. അപ്പോൾ ഇതിങ്ങനെ തങ്ങൾ തന്നെ എഴുതിയ പാട്ട് ആയിക്കോട്ടെ. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പം എനിക്കിങ്ങനെ ചോദിക്കാനുള്ളൊരു കാര്യം, പലതരത്തിലുള്ള പാട്ടുകളുണ്ട്. മുസ്ലിം പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ നമുക്ക് നമ്മുടെ ഒരു ഹൃദയമിടിപ്പോട് കൂടി ചേർന്ന് നിൽക്കുന്നത്, നല്ല താളങ്ങൾ, അതുപോലെ രീതിയുള്ളത്. ഇപ്പൊ പുതിയ പാട്ടുകളെ കുറിച്ചല്ല പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ യേശുദാസൊക്കെ പാടിയ ഒരു പാട്ടുണ്ട്, മറ്റേ 1000 കാതമകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ ലക്ഷങ്ങളെത്തി നമിക്കും മദീന
അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഭാമാവാമലയുടെ കീ, അങ്ങനെ ഉള്ളൊരു പാട്ട്. അപ്പോൾ ഇതും അല്ലാതെ നമുക്ക് പണ്ടത്തെ ഇതേപോലത്തെ ഒരു തമിഴ് പാട്ടിന്റെ ഒക്കെ ട്യൂണിലുള്ള ഒരു പാട്ടാണ്. അടി എന്നടി റാക്കമ്മ പല്ലാപ്പ് ചിരിപ്പ് എന്നെഞ്ച് കുലുങ്കുതടി അടി കണ്ണാടി മാണിക്ക മൂക്കുത്തി സികപ്പ് മച്ചാനെ മയക്കുതടി അമ്മായിന്റെ മോളെ ഞാൻ നിക്കാഹ് കഴിച്ച് ആകെ കുഴപ്പത്തിലായി അവ കാലത്തെ നീക്കൂല മുറ്റമടിക്കൂല പല്ലും കൂടെ തേക്കൂലെന്ന്. സെയിം ട്യൂൺ തന്നെ നടപ്പ്. അപ്പൊ ഇങ്ങനത്തെ കുറെ പാട്ടുകളാണ് നമ്മുടെ ഇതിന്റെ. പക്ഷെ ഇപ്പൊ അതിന്റെയൊക്കെ ഒരു ട്രെൻഡ് മാറിയിട്ട് ഏകദേശം ഒരു സ്ത്രീയുടെ പേര് പറയുക, എന്നിട്ട് ഒരു ഇയർഫോൺ വെച്ച് കേൾക്കണ്ട. അപ്പൊ അതിനെ പറ്റി എന്താ താങ്കളുടെ അഭിപ്രായം? ഞാൻ പറയുന്നത് പാട്ടിനെ വികലമാക്കുന്ന ഒരു രീതിയാണെന്ന് എനിക്കതൊന്ന് മനസ്സിലാവണല്ലോ. കാരണം ഒന്നാമത്തെ പഴയകാല രചന നടത്താൻ പറ്റിയവർ ഇപ്പൊ ഇല്ല. കൂടുതലും ഒന്നിപ്പോ കരുവാരക്കുണ്ട്, OM കരുവാരക്കുണ്ട് തങ്ങളാണ്. അദ്ദേഹത്തിന്റെ രചനകൾ വളരെ നല്ല രീതിയിലാണ്. പിന്നെ വേറൊരു ആള് കൂടി ഉണ്ട് അതുപോലെ. അവരൊക്കെ കഴിഞ്ഞ പിന്നെ തൊള്ളേ തോന്നിയത് എഴുതുക, അത് എന്തെങ്കിലും സംഗീതം കൊടുത്ത് കുറെ ആഭാസത്തോടു കൂടി പാടുക, അത് കേൾക്കാൻ കുറെ ആള് സംഗീതം എന്താണെന്നുള്ള സത്യത്തിൽ അറിയാം. ഒരു അർത്ഥതലങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ തഴവ കുഞ്ഞു മുഹമ്മദ് ഒക്കെ അദ്ദേഹത്തെ എന്ന് പറഞ്ഞാല് അപാര പാണ്ഡിത്യം. അദ്ദേഹത്തിന്റെ അൽബമാഹിബുൽ ജലിയ വായിച്ചാൽ ഒരു മനുഷ്യനായി ജീവിക്കാം. എന്നുവെച്ചാൽ അതിൽ ഓരോന്നിനെ പറ്റി വളരെ വ്യക്തമായിട്ട് പറയാം. ഇപ്പൊ മരണത്തിന്റെ എന്താണ്, അതേപോലെ നിസ്കാരവും അതിന്റെ കാര്യങ്ങളും എന്താണ്, ഓരോന്നിനെ പറ്റി. അതായത് ഒരു മനുഷ്യൻ കിടക്കപ്പായിൽ നിന്ന് എണിക്കുമ്പോൾ എന്ത് ചെയ്യണം, അത് മുതൽ അദ്ദേഹം ഉറങ്ങുന്നത് വരെ, ജനിച്ചത് മുതൽ മരണം വരെ ഉള്ള എല്ലാ സംഭവങ്ങളും ഒരു മനുഷ്യൻ എത്തരത്തിൽ ജീവിക്കണം. അത് മുസ്ലിമിന് വേണ്ടി മാത്രം എഴുതപ്പെട്ടതല്ല. അത് മതങ്ങളിപ്പോ ഞാൻ പറഞ്ഞുതരാം. ഗീത ശരിക്കും ശ്രീകൃഷ്ണൻ ഉപദേശങ്ങളെ അർജുനന് കൊടുക്കുന്നത് ഈ ലോകത്തിന് അവസാനം വരെ സ്വീകരിക്കാവുന്ന ഉപദേശങ്ങളാണ്. അതിൽ വർഗീയതയും മതമൊന്നുമില്ല. കാരണം അവരൊക്കെ പ്രവാചകന്മാരാണ്. പഴയ കാലത്തെ മുഹമ്മദ് നബിയെ പോലുള്ളവർ തന്നെ. അവരുടെ ഉപദേശങ്ങളിലൊന്നും ഒരു കളങ്കമില്ല. മനുഷ്യനെ എല്ലാ കാലത്തേക്കും എല്ലാ മനുഷ്യർക്കും സ്വീകരിക്കാവുന്ന തത്വസംഹിതകളാണ് ഖുർആനായാലും ഗീതയായാലും. പിന്നെ അത് ആൾക്കാർ വെറുതെ വർഗീയതൊക്കെ പറഞ്ഞു പിടിച്ചത് ഒന്നുമില്ലല്ലോ. ശരിക്കും പറഞ്ഞ ആത്മീയതക്ക് വർഗീയതല്ല, മതമില്ല. എല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഒരു ഏകദൈവത്തിലാണ്. സ്വതത്തെ കണ്ടെത്തലാണ് ആത്മീയത ശരിക്കും. ഹനൽ ഹക്ക് എന്ന് പറയുന്നതും അതേപോലെ മൈ ഫാദർ ആർ വൺ ബൈബിളിൽ പറയുന്നതും ഒക്കെ ഏകദേശം ഒരേ തലത്തിലാണ്. അത് ഭാഷാ വ്യത്യാസങ്ങളുണ്ട് എന്നല്ലാതെ. ഇപ്പൊ സൂഫിസം ശരിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഹിന്ദു സൂഫിസം സന്യാസം പഠിക്കണം. ഇപ്പൊ ഈ യോഗ, അതൊക്കെ റിഫായി തരീഖത്തിലൊക്കെ യോഗ ഉണ്ട്. മുറാഖബ മുഷാഹദ എന്നൊക്കെ പറയുന്നതാണ് ധ്യാനത്തിന്റെ മറ്റു തലങ്ങളാണത്. പറയണ മനസ്സിലായി. ഇപ്പൊ ക്രിയായോഗ സിദ്ധാന്തം ഇതൊക്കെ ഈ എന്താണ് ഈ മൂലാധാരത്തിൽ നിർത്തിയിട്ട് കുണ്ടലി ശക്തിയെ ഉത്തേജിപ്പിക്കുക എന്ന് പറയും. ഞങ്ങളതിന് അജബുദ്ദൻബ് എന്നാ പറയാം, അത്ഭുതകരമായ എല്ല്. ഇതിൽ നിന്നാ മനുഷ്യന്റെ പുനർജന്മത്തിന് തുടക്കം കൊടുക്കുന്നു. ഇപ്പൊ പരമശിവൻ കഴുത്തിൽ തൂക്കിയിട്ട സർപ്പം എന്ന് പറയുന്ന ഈ കുണ്ടലിയിൽ ഈ മൂലാധാരത്തിൽ ചുറ്റി വളഞ്ഞെടുക്കുന്ന സർപ്പാണ്. അതിനെ പുറത്തെടുത്ത്, അതായത് പഞ്ചേന്ദ്രിയങ്ങളിലെ കാമനകളെ പൂർത്തീകരിക്കാതിരിക്കാൻ വേണ്ടി അതിനെ പിന്നെ എന്താ പറയാ പരമാത്മാവിന്റെ അധീനതയിൽ നിർത്തിക്കൊണ്ടുവന്ന് ഈ സർപ്പത്തെ കഴുത്തിലിടുക, ഒതുക്കി നിർത്തുക. അപ്പോഴും മനുഷ്യനാവണല്ലോ. ഇവിടെ മനുഷ്യൻ വന്നതിന്റെ ലക്ഷ്യം അതാണ്. എനിക്കാരും പോണില്ല എന്ന് മാത്രം. കവിതകൾ അതേപോലത്തെ ഇങ്ങനെ വളരെ തത്വശാസ്ത്രപരമായിട്ട് എഴുതിയതൊക്കെ ഇങ്ങനെ കണ്ടു. ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞപ്പോ ഒരു പാട്ടാണ്. അമ്പവാ നിൻ മുമ്പിലെന്ന് സാദരം തമ്പുരാനെ ഓതിടാമെന്നൊമ്പരം കമ്പൊടിഞ്ഞു വീണുപോയ പമ്പരം കമ്പനം കൊള്ളുന്നു കൽബിൽ മർമരം. അങ്ങനെയുള്ള വരികളാണ് ഇതിൽ. അത് സംഗീതമൊക്കെ കൊടുത്ത് നല്ലൊരു ഗായകൻ പാടുമ്പോൾ കേൾക്കാൻ ഭയങ്കര രസമായിരിക്കും. ഇപ്പൊ സൽമാ ഖാൻ എന്ന് പറഞ്ഞ പാകിസ്ഥാൻ ഗായകി പാടിയിട്ടുണ്ട് ദിൽ കി അർമാ ആസുവോ മേ ബഹഗേ ഹം വഫാ കർകേ ബി തൻഹാ രഹഗേ. ആ പാട്ടിന്റെ ട്യൂണിലാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ അതുപോലത്തെ പാട്ടുകൾ വേറെ ഉണ്ട് ശോകാത്മകമായിട്ട്. ഉരുകുമഗ്നി പർവ്വതമീ കൽബ് പെരിയോനെ ലാവ പൊട്ടിയൊഴുകുകയാണ് കണ്ണീരായി സുബ്ഹാനേ
കടപുഴകിയാടിടുന്നോരാൽമരം ിലകപ്പെട്ട് വീഴാറായി മന്നാനേ ഉറ്റവർ വേറുത്തുപോയോരൊറ്റയാൻ ഞാന് ഈരുള്ള് മുറ്റിയോനില് പാത കാട്ടാൻ ആര് മന്നാനേ. അങ്ങനെ ആ വരികൾ അങ്ങനെ പോകും. പിന്നെ പ്രേമാത്മകമായ കവിതകളുണ്ട്. പ്രേമാത്മകമാവാൻ നമുക്ക് പ്രേമമൊക്കെ നമുക്ക് ഇതിന്റെ ഒരു ഭാഗമാണല്ലോ. വരികൾ മുഴുവൻ ഓർമ്മ ഓർമ്മകൾ വിലയിതം അനുരാഗ നൊമ്പരധൂ കൽബകം തീ വീണ പഞ്ഞി കെട്ടുപോൽ കണ്ടു ഞാനാ ചെമ്പനി നീർപ്പൂവിനുള്ളിലെ തെൻകണം വണ്ടുപോലാണഞ്ഞുമുള്ളിൻ മുനകളേറ്റു പുളഞ്ഞുപോയി കല്ലുപോലൂറച്ചുപോയൻ പ്രേയസീ നിൻ മാനസം തെല്ലുമേ അതിലില്ലയോ തെളി നീരിനെന്തേ താമസം. അങ്ങനെയുള്ള വരികൾ. അതേപോലെ തന്നെ ഇപ്പൊ നമ്മളിങ്ങനെ ഒരു പാട്ടാക്കി എന്ന് പറഞ്ഞിട്ട് CD ചെയ്തു. അപ്പൊ അതിന്റെ ഒന്ന് എന്തൊക്കെയാണെന്ന് പറയാം. അത് കാളിയറോട് തങ്ങളെ കുറിച്ച് ഇപ്പൊ അടുത്ത് എഴുതിയത്. മുമ്പ് വേറെ പല പാട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്തില്ല അതിന്റെ കോപ്പികളൊക്കെ. ദുബായിൽ നിന്നൊക്കെ പ്രസിദ്ധീകരിച്ച CD-കൾ ഉണ്ടായിരുന്നു. നമ്മുടെ സുഹൃത്തുക്കളാണ് അതൊക്കെ ചെയ്തത്. പിന്നെ അത് കോപ്പികളൊക്കെ ഉണ്ടായിരുന്നത് പഴയ കാലത്തെ കസറ്റുകൾ. അതൊക്കെ ഇപ്പൊ ഉണ്ടെങ്കിൽ തന്നെ പ്രയോജനം. ഇതിൽ അദ്ദേഹത്തിനോടുള്ള തവസ്സുൽ എന്ന് പറയും ഞങ്ങളുടെ ഭാഷയിൽ. മൂപ്പരെ പ്രകീർത്തിച്ചു കൊണ്ടിട്ടുള്ള കാളിയറോഡിന് ഒരു ശരിയായ ചരിത്രം എന്ന് പറയാൻ ലിഖിത ചരിത്രങ്ങളൊന്നുമില്ല. കുറെ ഊഹാപോഹങ്ങളാണ് കിട്ടിക്കൊണ്ടിട്ടുള്ളത്. അതിൽ കുറെ സത്യമായ കാര്യങ്ങളുണ്ട്. അദ്ദേഹം എന്തായാലും മഹാത്മാവാണ്. അമാനുഷികതയും അത്ഭുത കൃത്യങ്ങളൊക്കെ ഇപ്പോഴും മരണത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ സന്യാസികൾക്കൊക്കെ മരണശേഷമാണ് അവരുടെ ശക്തി കൂടുതലുണ്ടാവുക. കാരണം ശാരീരികമായ തടസ്സങ്ങൾ ഉണ്ടാവണില്ല അതിൽ. അത് ഒഴിഞ്ഞു പോകുമ്പോൾ 1000 മടങ്ങ് ശക്തി ഉണ്ടാവാനുള്ള ചെയ്യുക. അദ്ദേഹമൊക്കെ ഇവിടെ വന്നത് ഇപ്പൊക്കെ പറയണ കേൾക്കാനുള്ളത് ഇവർ 4 പേര് കൂടി ഒരുമിച്ച് വന്നു എന്നാ. നമ്മളൊരു അമ്മാമൻ കുറെ കാലം അവിടുത്തെ കാതയായിരുന്നു. കിനാവ് കാണിച്ചതാണത്. സ്വപ്നം യാഥാർത്ഥ്യമാണല്ലോ പലപ്പോഴും. സ്വപ്നം എന്ന് പറയുന്നത് ദൈവിക ദർശനം പോലെ ദിവ്യബോധനത്തിന്റെ മറ്റൊരു ഭാഗമാണ് സ്വപ്ന ദർശനം. ഇദ്ദേഹത്തെ സംബന്ധിച്ച് പല കാര്യങ്ങളും പുറത്ത് വന്നിട്ടുള്ളത് സ്വപ്ന ദർശനത്തിൽ കൂടിയാണ്. ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് സയ്യിദ് അബ്ദുറഹ്മാൻ എന്നാണെന്ന് ഒരു പഴയ കാലത്തെ ഒരു സൂഫി വര്യന് സ്വപ്നം കാണിച്ചു കൊടുത്തതാണ്. അതുപോലെ ഇദ്ദേഹത്തിന് ഒരിക്കൽ സ്വപ്നം കണ്ടത് എന്നോട് പറയേണ്ടതുണ്ട്. മൂപ്പരിപ്പം മരണപ്പെട്ടു പോയി. ഇവർ 4 പേര് ഖാജ പിന്നെ നാഗൂർ ഷാഹുൽ ഹമീദ്, ബാബ ഫരീദുദ്ദീൻ ഷക്കർഗഞ്ച്, പിന്നെ ഒരാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഇവർക്കൊക്കെ തലവനായിട്ടാണ് ഇദ്ദേഹം വന്നതെന്നാണ് പറയുന്നത്. കാളിയറോഡ് സയ്യിദ് അബ്ദുറഹ്മാൻ. ഇവർ 4 പേര് ഒരുമിച്ച് ഈജിപ്തിൽ നിന്ന് കാടും മേടൊക്കെ താണ്ടി വടക്കാഞ്ചേരി കരുമത്തറ വഴി അങ്ങനെ മൂപ്പര് പോയിട്ട് തപസ് ഇരുന്നത് തേൻവാതിൽ എന്ന് പറയും കാളിയറോഡ്. അന്ന് മനുഷ്യരൊന്നും ചെല്ലില്ല. അവിടുന്ന് പിന്നെ ആ മരണാസന്ന സമയത്ത് മൂപ്പര് താഴത്ത് വരുന്നത്. എന്നിട്ട് അവിടെ കന്ന് നോക്കാനിരുന്ന ഒരു സ്ത്രീയോട് വെള്ളം ആവശ്യപ്പെട്ടു. ഞാൻ പോയാൽ അവിടെയൊക്കെ പന്നി ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് പറഞ്ഞു ഈ പോയിട്ട് വെള്ളം കൊണ്ട്. അതേമാതിരി ഈ സ്ത്രീയുടെ വീട്ടിലാർക്കൊക്കെ രോഗം ഉണ്ടായിരുന്നു, അതൊക്കെ മാറിക്കോളി, ഈ പേടിക്കേണ്ട, പോയിട്ട് വെള്ളം കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഇന്നും ആ സ്ഥലത്ത് പന്നികൾ ഇറങ്ങാറില്ല. കാരണം എന്തുണ്ടാക്കിയാലും പന്നി കുത്തി കളയുന്ന ഒരു ഏരിയയാണ് അവിടെയൊക്കെ. മൂപ്പര വാക്കിന്റെ ബലം ഇന്നും ആ പാടശേഖരങ്ങളിൽ ആ സ്ത്രീ നോക്കിയിരുന്നിടത്തിൽ ഇന്നും പന്നി ഇറങ്ങില്ല. അതൊരു അത്ഭുതമായിട്ട് ഇന്നും നിലകൊള്ളും. അവരുടെ വീട്ടിലെ ആദിവാസിയാണ് സ്ത്രീ. അന്ന് പറയണായിട്ടുള്ള ചരിത്രങ്ങളാണ് അതൊക്കെ. നമുക്ക് അതിലത്തെ ഒരു 4 പേര് ഇങ്ങനെ അത് ഒന്നും ഓർമ്മയില്ല. പിന്നെ വേറെ ഇതേപോലത്തെ അങ്ങനെ എന്തൊക്കെയാണ്? ഇതൊന്നും ഓർമ്മിച്ച് നടക്കാറില്ല. കാരണം ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ എഴുതും. പിന്നെ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, മൊഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ഓർമ്മ എന്ന് മാത്രമേ ഉള്ളൂ. ചിലതൊന്നുമില്ല. പുകളങ്കും ഷോഹറത്തും കീർത്തി പെരുത്തലം അടങ്കലിൽ കോടി നീളം പാറിത്തെ വിളിപൊങ്കി ഉടയോൻ തൻ കൗസുല്ലാതരത്തിരുനാമം ശോഭിത്തെ ഉലകങ്കും വാലികളിൽ മേന്മക്കിരികിടം ശിരൻ തന്നിൽ മഹാനരും ചൂടിത്തെ കതിർ കത്തി വിളങ്കിടുന്നാറ്റല് മൊഹിയുദ്ദീൻ തിരുപാദം അടിയനും മോഹിത്തെ. അങ്ങനെയുള്ള വരികളാണ് അതൊക്കെ. അത് തനി മാപ്പിള പാട്ടുകളാണ്. കവിതയിലേക്ക് വരുമ്പോ പിന്നെ ആ ഭാഷയിൽ വ്യത്യാസമുണ്ട്. ഒരു സങ്കലനാണ്. ഉറുദു, പാർസി, പിന്നെ അറബി, അങ്ങനെ
ഇന്നിപ്പോ അതാർക്കും ഭാഷകളുമായിട്ടുള്ള ബന്ധമില്ല, മാപ്പിളപ്പാട്ടിൽ അതൊക്കെ ഇല്ല താനും. ഇപ്പൊ എങ്ങനെയാ വെച്ചാ ഒരു 10 മാപ്പിളപ്പാട്ട് എടുത്താൽ ഇപ്പൊ ഈ പുതിയ ഭരണ സ്ഥാനത്തിന്റെ പറഞ്ഞ അതിന്റെ തന്നെ വരികളാവും അങ്ങോട്ടും ഞാൻ നേരത്തെ പറഞ്ഞത് കരുവാരക്കുണ്ടിന്റെ ഒപ്പം ചേർക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് ബാപ്പു വള്ളിപ്പറമ്പ്. നല്ല രചനയാണ് അദ്ദേഹത്തിന്റെ. മാപ്പിളപ്പാട്ടിലെ ആ പഴയ കാലത്തെ തനിമ കുറെയൊക്കെ മൊയ്കിട്ട് ഇവരോട് ചായ പ്രകടിപ്പിക്കുന്ന കൂട്ടത്തിൽ നല്ല ഗസുകൾ ഒക്കെ എഴുതുന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും. കരുവാരക്കുണ്ട് ഇപ്പം നിർത്തി, കാരണം അദ്ദേഹത്തിന്റെ ആ തലത്തിൽ നിന്നുകൊണ്ട് രചിക്കാനുള്ള അത് പുറത്തു കൊണ്ടുവരാനുള്ള സാഹചര്യം ട്യൂൺ ചെയ്യലും പിന്നെ ബാക്കി കാര്യങ്ങളും അതുകൊണ്ടല്ല. മാപ്പിളപ്പാട്ട് ഒരു എന്താ പറയാ അധപ്പതിപ്പിക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമ്പോ മൂപ്പര സംവിധാനം തന്നെ നിർത്തി എന്നുള്ളതാണ് സത്യം. അതെ, അപ്പൊ നമുക്കൊക്കെ ശരിക്കും പ്രതീക്ഷിക്കേണ്ടത് നമ്മളൊക്കെ അങ്ങോട്ടൊക്കെ വീണ്ടും രംഗത്തേക്ക് തീർച്ചയായിട്ടും ആ സംവിധാനം കുറെ കഴിയുമ്പോൾ ഇതൊക്കെ മാറി വരാനുള്ള സാധ്യതകൾ. കാരണം ഇതൊന്നും ഏറെക്കാല ഈ പഴമണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് സാക്ഷാൽ കർണാടക സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം, അതിന്റെ ഇത് സംഗീതം അറിയുന്നവൻ ഇപ്പൊ സൈഗാളിന്റെ പാട്ടൊക്കെ കേട്ടാൽ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് കേട്ടുന്നുണ്ട്. കാരണം അത്രയും ആ സംഗീതം എന്ന് പറയുന്നത് ശരിയായ സംഗീതത്തിന്റെ രസം അതാണ്. അങ്ങനെ കുറെ എന്തെങ്കിലും ശബ്ദ കോലാഹലങ്ങൾ നടത്തലായി മാറി ഇന്നത്തെ സംഗീതം. സംഗീതം ഇല്ലല്ലോ ഇപ്പൊ. പാട്ട് ശരിക്കും പറഞ്ഞ അപ്പൊ ചെരുപ്പിനൊത്ത് കാല് മുറിക്കുന്ന ഒരു സംവിധാനമാണ്. നേരത്തെ ഒരു ട്യൂൺ തന്നു, അതിന്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഓരോന്ന് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യണു, എന്നിട്ട് പാട്ടാക്കണം. പഴയ കാലത്ത് അങ്ങനെയല്ല, ബുദ്ധിജീവികൾ ഇരുന്ന് എഴുതി ഉണ്ടാക്കുന്നതിന് സംഗീതം കൊടുക്കലാണ്. അത് കർണാടക അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി രണ്ടും മികച്ചതാണ്, ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. പിന്നെ ബാബുരാജ് ഇവിടെ വന്നിടത്ത് നിങ്ങളെ ഹിന്ദുസ്ഥാനി സംഗീതത്തിലേക്ക് കൂടുതൽ മലയാള പാട്ട് ഒരുപാട് ഗാനങ്ങൾ അതേപോലത്തെ വരുന്നുണ്ടായി. അതേപോലെ തന്നെ ഇപ്പൊ ജീവിതവും അങ്ങനെയൊക്കെ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞാല്, സത്യം പറഞ്ഞാല് വണ്ടി ഓടിക്കലാണ് എന്റെ പ്രധാനപ്പെട്ട തൊഴിലുണ്ടായിരുന്നു, ബസ്സും കാറുമൊക്കെ. ഇപ്പൊ അതിനൊന്നും വയ്യ. ഇപ്പൊ ചെറിയ എന്തെങ്കിലും ബിസിനസ് ഇന്നതെന്നില്ല. രാവിലെ നേരത്തെ ഒരു 4 മണിക്ക് എണീക്കും ഞാൻ. ആ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂർ യോഗ ചെയ്യും. കാരണം യോഗ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ യോഗ ലോകത്തിൽ തന്നെ വലിയൊരു സംവിധാനം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഗ ഒരു മതത്തിന്റെ എല്ലാ സത്യത്തിൽ പലരും തെറ്റിദ്ധരിക്കേണ്ടത് ഹിന്ദു മതത്തിൻ്റെയാണ്. പിന്നെ അതില് ഈ ഉദ്ഗീത് എന്നൊക്കെ പറയുന്ന ചില പ്രാണായാമങ്ങൾ വരുമ്പോ ഓം ഈ മൂലാധാരത്തിൽ ശ്വാസത്തിനെ പിടിച്ചു നിർത്തി അതിനെ ഓം എന്ന് പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു ഭാഗമൊക്കെ ഉണ്ട്. അതിൽ ഒരു ഹൈന്ദവികതയില്ല. കാരണം ഖുർആന്റെ ആദ്യത്തെ 3 അക്ഷരങ്ങൾ അലിഫ് ലാം മീം, അതിന്റെ ലോപനാണ് ശരിക്കും ഓം. ഓമിനെ നിർവചിച്ചാൽ ഈ അലിഫും ലാമും മീമും കിട്ടും. ആദിമവചനം, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായ ശബ്ദമാണത്, ദൈവിക ശബ്ദം. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് അങ്ങനെ മനസ്സിലാക്കണം. തിരിച്ച് ചിന്തിച്ചാൽ പിന്നെ അത് നിർവാഹമില്ല നമുക്കിപ്പോ. ഞാനിത് പറഞ്ഞതിന്റെ പേരിൽ ചിലപ്പോ എന്നെ ആക്ഷേപിക്കാൻ ആൾക്കാർ നാളെ ഉണ്ടായി. അയാളിപ്പോ ഖുർആനെ ഇങ്ങനെ മറ്റേനോട് ചാർത്താരായെന്നൊക്കെ ചോദിക്കാൻ ചിലരൊക്കെ പൊന്തി വന്നു എന്ന് വരാം. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് മനസ്സിലായത് നമ്മൾ തുറന്ന് പറയാന്നുള്ളതുള്ളൂ. ഇപ്പൊ ഹിമാലയത്തിലൊക്കെ 3000 വർഷം ആയിട്ട് ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളുണ്ട്. അവര് ഈ പറഞ്ഞ മാതിരി യോഗയെ കൂടെയാണ്. അത് ക്രിയായോഗ സിദ്ധാന്തങ്ങളൊക്കെ പഠിച്ച ഇപ്പൊ നമ്മൾ ചെയ്യണത് രോഗത്തിനെ തടുക്കാനും ശാരീരിക ആവശ്യത്തിനൊക്കെ മാത്രമേ ഉള്ളൂ. ആ യോഗ വേറെയാണ്. അവരൊക്കെ ശരിക്കും പറക്കാനും സ്വന്തം ശരീരത്തിനെ തപിപ്പിക്കാനൊക്കെ കഴിവുള്ള ഒരു ആയുസിന്റെ മുകളിൽ ഹിമാലയത്തിൽ നമ്മളൊക്കെ പോയ ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേന് ചത്തുപോകും. ശരിക്കും പറഞ്ഞാൽ തണുത്ത് ഐസായി. അവരവിടെ വസ്ത്രം കൂടി ധരിക്കാതെ വെറും കൗബീനധാരികളായിട്ട് ഐസിന്റെ മുകളിൽ കൂടെ നടക്കലും. ഹിമാലയത്തിലെ -10, 15 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് അവിടുത്തെ കാലാവസ്ഥ ഉള്ളത്. അവിടെയൊക്കെ വർഷങ്ങളായിട്ട് ഓരോ ഗുഹകളിൽ ജീവിച്ചിരിക്കുന്നവരുണ്ട്. അതൊക്കെ ഈ ദൈവിക ശക്തി സ്വന്തം സാംശീകരിക്കുകയാണ്. ഇവിടെ മനുഷ്യൻ ചെയ്യേണ്ടത് ദൈവത്തിന്റെ സർഗാത്മകത എന്ന് പറയുന്ന സൃഷ്ടിയിലുള്ളതാ. ദൈവത്തിന്റെ ഉദാരത, സ്നേഹം, കാരുണ്യം, ദയ, ഇത് മനുഷ്യൻ സ്വയം സ്വായത്തമാക്കുമ്പോൾ അവൻ ഒരുപാട് ഉയരത്തിൽ വരും. ആ ദൈവ പ്രാതിനിധ്യം മനുഷ്യന് കൊടുത്തിട്ടുണ്ടല്ലോ. പ്രതിനിധി എന്ന് പറയുന്നത് ഇപ്പൊ ദൈവം വന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ആ പ്രതിനിധി ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റ് ഒരു പ്രതിനിധി അയച്ച് അയാളെ ഒപ്പിട്ടാൽ പ്രസിഡന്റ് ഒപ്പിട്ടതിന് തുല്യമാണ്. അതെ, നമ്മളൊരു നിമിത്തം പോലെ ആയിട്ട് ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ പ്രതിനിധിയാണ് ഇവിടെ മനുഷ്യൻ. അപ്പൊ മനുഷ്യന്റെ സ്ഥാനം എന്താന്നുള്ളത് നമ്മൾ ഇവിടെ ചിന്തിക്കണം. ആ പ്രാതിനിധ്യം ഉണ്ടാവണമെങ്കിൽ
ആ ദൈവത്തിന്റെ സദ്ഗുണങ്ങൾ നമ്മളിലേക്ക് ആവാഹിച്ചെടുക്കണം. ദൈവത്തിന്റെ കൽപ്പനകൾക്ക് അസൂയ, കോപം, മറ്റത് മറിച്ചത് ഇതൊക്കെ ഉണ്ടല്ലോ, ആക്രമണവാസന, ഇതൊക്കെ ഉള്ളവന് ഒരിക്കലും ഉയരാൻ കഴിയില്ല. അങ്ങനെയൊക്കെ. അപ്പൊ നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോ ഇങ്ങനെ കുറെ സംഗതികളൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആ പുസ്തകത്തിനെയും കൂടി പറ്റിയൊന്ന് പറയും. ദിക്റുൽ മൗത്ത്. അത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ശരീഅത്തിൽ അധിഷ്ഠിതമായിട്ട് ഒരു മുസ്ലിം മരിച്ചാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അതിൽ എന്റേതായ ചില ഇത് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം. അതായത് ഓരോരുത്തരെ നമ്മൾ ഇന്നത്തെ ലോകത്ത് പുറമെ ചിരിച്ചു ഉള്ളവരും കുത്തനെ പുറമെ ചിരിക്കും മുള്ളില വെടിക്കോപ്പ് തരം കിട്ടിയാൽ ഇവർ തീർത്തിടും നിനക്കാപ്പ്, അങ്ങനെയുള്ള കുറെ വരികള്. പിന്നെ മരണത്തിനെ കുറിച്ച് പറയുന്നത് മരണം ചിരിപ്പൂ നിന്റെ നേരെ നോക്കി നീയോ ധരിപ്പൂ എത്ര ഇനിയും ബാക്കി. ഇവിടെ മനുഷ്യൻ കാട്ടിക്കൂട്ടിന് കാണുമ്പോ കാലാകാലം അവൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന തരത്തിലാണല്ലോ. അതേ സ്ഥാനത്ത് ഇവൻ പോകുമ്പോ ചിലപ്പോ ഇവന്റെ കഫൻ പുട അടുത്ത തുണിക്കടയിലിരുന്ന് ഇവനെ നോക്കി ചിരിക്കുണ്ടാവും, നിന്റെ സമയമായി ഞാൻ നിനക്കുള്ളതാണെന്ന്. അതിവിടെ ഒരിക്കലും ചിന്തിക്കാറില്ല. ശരിക്കും മനുഷ്യൻ അവന്റെ മരണത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ മറ്റൊരുത്തന്റെ വേദനിപ്പിക്കാൻ അവന് കഴിയില്ല. അതാണ് സത്യം. അതിനിപ്പോ നമുക്ക് ഇപ്പൊ പരേതനായ വളരെ ബഹുമാന്യനായ ശിഹാബ് തങ്ങളാണ് ഇത് എഴുതി. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോ എങ്ങനെയായിരുന്നു? ഏത് ഈ പുസ്തകം കൊണ്ടുപോകുമ്പോ എന്റെ കൂടെ ഇത് പരിശോധിച്ച ഒരാളുണ്ടായിരുന്നു, ഓണംപിള്ളി ഫൈലി. പിന്നെ തൃശ്ശൂര് ശക്തനില് പിന്നെ മാലിക് ദീനാർ മസ്ജിദ് ഉണ്ട്, അതിലെ ഖത്തീബാണ് അദ്ദേഹം. പിന്നെ സമസ്ത കേരള യുവജന സംഘത്തിന്റെ കേരള ഘടകം പ്രസിഡന്റാണ്, വലിയ പണ്ഡിതനാണ്. സംസ്കൃതത്തിലും അറബിയിലും എന്നാണ്, അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാടുണ്ട്. അതായത് മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദം നിലനിർത്തുന്നതിൽ കേരളത്തിലെ ഏറ്റവും എടുത്തു പറയേണ്ട രണ്ട് വ്യക്തികൾ, ഒന്ന് അബ്ദുസമദ് സമദാനി, ഒന്ന് ഓണംപിള്ളി ഫൈസി. എല്ലാവർക്കും കേൾക്കാവുന്നതും എല്ലാവരെയും ആകർഷിക്കാൻ പറ്റുന്നതും അവരുടെ മനസ്സും അതുപോലെ തന്നെ. വെറുതെ ചിലരുണ്ട് പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കും, ഉള്ളിൽ വൈരാഗ്യം വെച്ചാണ്. ഇത് അതല്ല. അത് രണ്ടും അവര് അറിയിക്കുന്ന രൂപത്തിൽ തന്നെ അത് കാണുന്നുണ്ട് എന്ന് ചുരുക്കം. എല്ലാവരും സ്നേഹിക്കുക, ആ ദൗത്യം എല്ലാവർക്കും എത്തിക്കുക. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ തങ്ങളൊരു സംഗതിക്ക് അവതാരിക എഴുതുമ്പോ അതിൽ വല്ല ന്യൂനതകളുണ്ടെങ്കിൽ അദ്ദേഹത്തെ ബാധിക്കല്ല. മൂപ്പരോട് വെറുതെ ചോദിച്ച് നിങ്ങൾ പരിശോധിച്ചൊക്കെ നോക്കിയെന്ന്, കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് മൂപ്പര് ഒപ്പിട്ടുന്നത്. നാളെ അദ്ദേഹത്തിനൊരു വിമർശനം വരാൻ പാടില്ല. പിന്നെ ഇനിയിപ്പോ നമുക്ക് ഒരാഗ്രഹം എന്ന് പറയാൻ എന്നുവെച്ചാൽ ഞാൻ ചോദിക്കണത് ഈ എഴുത്തും അതിന്റെ ഇപ്പൊ വേറെ ഒന്നിലിപ്പോ ഒരു പത്രമാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇപ്പൊ ഈ ചാനൽ വളരെ അഭിമാനപുരസ്സരാണ് താങ്കളെ പരിചയപ്പെടുത്തുന്നത്. കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഒരാളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ മുഖാന്തരം കഴിഞ്ഞല്ലോ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ ചരിതാർത്ഥ്യം. അതിന് വലിയ എന്താ പറയാ വലിയ നന്ദി ഉണ്ടാവും. എക്കാലത്തും നിങ്ങളെ ഞാൻ ഓർമ്മിക്കുകയും ചെയ്യും. കാരണം ആദ്യമായിട്ട് ഞാൻ സത്യം പറഞ്ഞ ഇതൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. പുറത്ത് വരും, പിടിക്കും, അല്ലെങ്കിൽ പേരെടുക്കുക. വയസ്സ് 19 ഇനിയിപ്പോ നമ്മുടെ നല്ല കാലങ്ങൾ അല്ല. അതിലിപ്പോ നമ്മുടെ ആഗ്രഹമല്ല ഇതിലിപ്പോ എങ്ങനെയാ വെച്ചാൽ ഓരോ ധാന്യമണിയും ദൈവം എഴുതി വെച്ചിട്ടുണ്ടാവും ഡാർക്ക് കഴിക്കാനുള്ളത്. അങ്ങനെയാണ് കബീർദാസ് ഒക്കെ പറയാം. അപ്പൊ അതേപോലെ ഇന്നത്തെ ഈ ഒരു സമയം നമ്മൾ ഒരുമിച്ച് കൂടാനാണ്. അപ്പൊ അത് അങ്ങനെ അങ്ങോട്ട് ഇത് വെച്ചിരിക്കുക. ആയിക്കോട്ടെ. ഇനിയിപ്പോ അടുത്ത് നമുക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ചെയ്യാനുള്ള ഉദ്ദേശം? രചന ചില സമയം ഇതിപ്പോ ഞാൻ അതിനായിട്ട് ഇരിക്കാറില്ല സത്യം പറഞ്ഞ. രാത്രി ചിലപ്പോ ഒരു 12 മണിക്കൊക്കെ എണീച്ച് ഇമ്പോഴാവും ചില വരികൾ മനസ്സിൽ വരിക. അപ്പൊ പുസ്തകം എടുത്തിരുന്ന് അത് എഴുതാറാണ് പതിവ്. ചിലപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാവും ഏതെങ്കിലും വരികൾ മനസ്സിൽ വരുന്നത്. അപ്പൊ ആ തുടക്കം എന്നുള്ള നിലക്കൊരു പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുക്കുമ്പോൾ എഴുതിയിടും. പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യൽ സൗകര്യം കിട്ടുമ്പോഴാണ് ആശയം നമ്മുടെ ഒരു ഉണ്ടായി കഴിഞ്ഞു. പിന്നെ അത് തന്നെ വരലാണ്. അല്ലാണ്ട് അതിന് വേണ്ടിയിരിക്കുക. പിന്നെ ഈ മതഗാനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പ്രവാചകനെ സംബന്ധിച്ച് ഇപ്പൊ ചരിത്രങ്ങൾ കുറെ കൂടുതൽ അറിയുന്നതുകൊണ്ട് എഴുതുമ്പോൾ ആ രൂപത്തിൽ വരും. പിന്നെ ഇപ്പോ അവരോടുള്ള പ്രേമം അതൊക്കെ ഇതിനൊരു ഉപാധിയാണെന്ന് മാത്രം. അത് ശരിക്കും ആത്മാർത്ഥമായ ഒന്നിനോട് സ്നേഹം ഉണ്ടാവുമ്പോഴാണല്ലോ ആ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അത് വരാറ്. പ്രവാചകനെ കുറിച്ച് ഞാൻ എഴുതിയ കോടി കോടി മനസ്സുകളിൽ പൂർണ്ണയന്തു പോലെ പൊള്ളി തീർത്ത മുസമ്മിൽ നബിയെ തേടി തേടി നടപ്പു സദപാദാംബുജങ്ങളിലെ പൂന്തേനിനാശനിധിയെ
ആടിയാടി കനവുകളിലാദ്യന്തമലമുഖ സാമീപ്യമെന്റെ സഖിയെ മാടി മാടി വിളിപ്പു തവ സുർഗേഹ നിർഗളിത സൗരഭ്യമെന്നെ മണിയെ. അങ്ങനെ വരികളൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്നും മനപ്പ് ഞാൻ സത്യം പറഞ്ഞ സംസ്കൃതത്തിൽ പഴയ 10ാം ക്ലാസ്സുകാരനാണ്. പക്ഷെ അതൊക്കെ ആ സന്ദർഭത്തിൽ നീക്കുമ്പോൾ വരികൾ ഇങ്ങനെ വരികയാണ് നമ്മുടെ മനസ്സിലേക്ക്. അതൊരു എന്താ ഒരു ദൈവാധീനം തന്നെ പറയാൻ പറ്റും. അല്ലാണ്ട് കൂടുതൽ പഠിപ്പോ സാഹിത്യകാരനോ ഒന്നല്ലല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായതുകൊണ്ട് വളരെ നന്ദി. അപ്പോൾ നമുക്ക് വളരെ പ്രിയങ്കരനായ നമ്മുടെ കുഞ്ഞാറ്റത്തങ്ങളുമായിട്ടുള്ള ഒരു നമ്മുടെ ഒരു സൗഹൃദ സംഭാഷണം ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ ഒരു നാട്ടിൻപുറം അവസാനിപ്പിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരാളെ പുറത്ത് പലരും അറിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഒരു ദുഃഖം എനിക്ക് കൂടിയുള്ളൊരു ദുഃഖം. കാരണം ഞാനൊക്കെ പണ്ട് കാലത്ത് ഇതേപോലെ കുറച്ചൊക്കെ എഴുതാൻ തുടങ്ങുമ്പോൾ ആരും അറിയാതിരിക്കുകയും അതുപോലെ തന്നെ അടുത്തുള്ളവർക്ക് പോലും ഞാൻ എഴുതുന്ന ആളാണെന്ന് അറിയാതിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ഇതുപോലെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് തോന്നിയ കാലമുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കടം, ആ ദൈവത്തിനോടുള്ള ആ കടം കിട്ടുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് അടുത്ത നാട്ടിൻപുറങ്ങൾ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.